ആളൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ആളൂർ കുഞ്ഞിപ്പുരയ്ക്കൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ജാസിമാണ് മരിച്ചത്. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. ചാലക്കുടി ഹോട്ടലിൽ നിന്നും വൻതോതിൽ മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. നൂറുകണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിലേക്കാണ് ഹോട്ടൽ മാലിന്യം തള്ളിവിടുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആളൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ആളൂർ കുഞ്ഞിപ്പുരയ്ക്കൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ജാസിമാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ആളൂർ മാനാട്ടുകുന്നിൽ വെച്ചായിരുന്നു അപകടം. ഉടനെ ഇരിഞ്ഞാലക്കുടയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ചാലക്കുടി KSRTC റോഡിൽ ഫെഡറൽ ബാങ്കിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും വൻതോതിൽ മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. നൂറുകണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിലേക്കാണ് ഹോട്ടൽ മാലിന്യം തള്ളിവിടുന്നത്. ദുർഗന്ധവും കൊതുകു ശല്യവും മൂലം താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതായി കോളനി നിവാസികൾ പറയുന്നു. ഹോട്ടലിൽ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാതെ നേരിട്ട് കാനയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണ്. ഇത് സംബന്ധിച്ച് നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നടപടി ആകുന്നില്ലെന്നാണ് പരാതി. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിക്ക് നോട്ടീസ് നൽകിയതല്ലാതെ മറ്റു നടപടിയൊന്നും ഹെൽത്ത് വിഭാഗം സ്വീകരിച്ചിട്ടില്ല. ഹെൽത്ത് വിഭാഗം ഇവിടെ പരിശോധന നടത്തുകയും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല. നഗരസഭ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്രിസ്തുമസിന് ശേഷം ഹെൽത്ത് സൂപ്പർവൈസറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ അറിയിച്ചു. ഈ കാന കടന്നു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ഉള്ളിൽ കൂടെയാണ് ഈ കാന പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ജനം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പരിധി വരെയും തടയാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട 1-2 ഹോട്ടലുകളിൽ നിന്നുള്ള ചോറും കറി അടക്കമുള്ള വേസ്റ്റ് വെള്ളം നേരെ കാനിലേക്ക് തള്ളുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തേക്ക് കാണുന്ന വലിയ കെട്ടിടമാണ് KSRTC റോഡിലുള്ള വീനസ് ഹോട്ടൽ. ഇവിടെ ഏറ്റവും ചാവടിയിലെ സൗത്ത് ജംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടൽ എന്ന് പറയാം. ആ KSRTC റോഡിലുള്ള ആ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒരു മടിയില്ലാണ്ട് നേരെ ഈ പൊതുകാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. പേവിഷ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പേവിഷമുക്ത പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ജില്ലാതല ഉദ്ഘാടനവും നടത്തി. ചാലക്കുടി മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ AB ജോർജ് പ്രചരണ വാഹനത്തിന്റെ ജില്ലാതല പ്രചരണം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ നിത പോൾ, ഡോക്ടർ മേരി ആന്റണി, APO AV പ്രകാശൻ, TA ശിവദാസൻ, വിവിധ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരായ ഡോക്ടർ വിഷ്ണുപ്രിയ, ഡോക്ടർ അലോഷ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CAWA ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ CR രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 2030 കേരളത്തെ പേവിഷമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്ത് നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പ്രചരണ വാഹനം കാസർഗോഡാണ് സമാപിക്കുക. 2 ദിവസം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ കൂടിയായ CR രാജേഷ് പറഞ്ഞു. വമ്പൻ ഓഫറുകളുമായി അഷ്ടമിച്ചിറയിൽ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BB അശ്വതി ആദ്യ വിൽപ്പന നിർവഹിച്ചു.
മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സൂപ്പർ മാർക്കറ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ മൂന്നാമത്തെ ഷോപ്പാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് മറ്റത്തൂരും മറ്റുള്ള കോടാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ നല്ല രീതിയിൽ നല്ല പ്രൗഢമനോഹരമായി ജനങ്ങളോട് നല്ല സമീപനത്തോടും നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിച്ചതിന്റെ ഒരു മാതൃകാപരമായ ഒരു നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഷ്ടമിച്ചിറയുടെ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ ഇത്ര നല്ല മനോഹരമായ ഒരു സൂപ്പർ മാർക്കറ്റ് പഞ്ചായത്തിന്റെ കൈകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. ഉദ്ഘാടന ദിവസം ഉപഭോക്താക്കൾക്ക് തക്കാളി കിലോയ്ക്ക് 5 രൂപയ്ക്ക് നൽകി. 22-ന് സവോള 1 കിലോ 10 രൂപയ്ക്കും 23-ന് ഉരുളക്കിഴങ്ങ് 1 കിലോ 10 രൂപയ്ക്കും വിതരണം ചെയ്യും. ഉദ്ഘാടന ദിവസം മുതൽ ഡിസംബർ 24 വരെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന എല്ലാ പർച്ചേസുകൾക്കും ഓഫർ നൽകുന്നു. കുറുവ അരി 34 രൂപ, ബിരിയാണി അരി 60 രൂപ, പഞ്ചസാര 38 രൂപ, പരിപ്പ് 145 രൂപ എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ന്യായമായ വില മാത്രം നൽകി പർച്ചേസ് ചെയ്യാം. കൂടാതെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഉപഭോക്താക്കൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, പഞ്ചായത്ത് അംഗം സാബു പോൾ, മാനേജർ ഗ്രേസി ജോർജ്, ഡയറക്ടർമാരായ സിജോ ജോർജ്, വിഷ്ണു ചന്ദ്രമോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഷ്ടമിച്ചിറ യൂണിറ്റ് മുൻ പ്രസിഡന്റ് മിൻസൻ ഇല്ലിക്കാണി, ഹോം എക്സ്പ്രസ് കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കോടാലി, വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലാണ് ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിന്റെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം. മറ്റു വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം നടത്തിയ ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധേയവും വർണ്ണാഭവുമായി. കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ജനമൈത്രി സുരക്ഷാ സമിതിയും BRCയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശലഭങ്ങളോടൊപ്പം ഒരു ദിനം എന്ന് പേരിട്ട ക്രിസ്മസ് ആഘോഷം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഉപമേധാവി VA ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലീസ് കൊടുങ്ങല്ലൂർ BK രാജു അധ്യക്ഷനായി. നാഷണൽ റോളർ സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി സ്പെഷ്യൽ കാറ്റഗറിയിൽ 2 മെഡൽ നേടിയ അദറു PT തായ്ലൻഡിൽ നടന്ന ലോക എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിമിൽ
ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് മുഹമ്മദ് അഫ്താബ്, നാടൻപാട്ടിന് പിന്നണിയായി വേദികളിൽ നിറഞ്ഞ രാഗസ ഫോക്ക് ബാൻഡ് സ്ഥാപക ഹിമാഷിൻ ജോ, നാടൻപാട്ടിന് താളാത്മകമായ മാധുര്യം വേദികളിൽ നൽകിയ വിനയ എന്നിവരെ തൃശൂർ ജില്ലാ പോലീസ് ഉപമേധാവി VA ഉല്ലാസ് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് പങ്കെടുത്ത കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികൾക്ക് ആവശ്യമായ മരുന്നും മറ്റ് സാമഗ്രികളും വിതരണം ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു. PR ബാബു, KG സജിൻ, TB ബാബു, PM മോഹൻരാജ്, CS തിലകൻ, KP സുനിൽകുമാർ, KJ ശ്രീജിത്ത്, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം എന്നിവർ സംസാരിച്ചു. സുരക്ഷാ സമിതി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി, KR രണദീപൻ, ശ്രീരഞ്ജനി, സനിൽ PR, ചന്ദ്രൻ, BRC അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിൽ നടന്ന അദാലത്തിൽ 10 പട്ടയങ്ങൾ കൈമാറി. വരവൂർ ഓറോമാരിയിൽ സുബ്രഹ്മണ്യൻ മകൾ OS സ്വപ്ന, പഴയന്നൂർ കുറുപ്പത്ത് പടി ശിവദാസൻ ഭാര്യ സുമതി, വരവൂർ വലിയ കിഴക്കൂട്ട് സേതുമാധവൻ ഭാര്യ സിന്ധു, കോട്ടപ്പുറം അത്തിക്കുളങ്ങര വേലായുധൻ മകൻ അനിൽകുമാർ, ചേലക്കോട് മുല്ലക്കൽ ഉണ്ണികൃഷ്ണൻ മകൻ MU സൂരജ് കുമാർ, വെങ്ങാനല്ലൂർ ചേനോത്ത് രാമസ്വാമി മകൻ രാജ്കുമാർ, ഭാര്യ വിജയലക്ഷ്മി, വെങ്ങാനല്ലൂർ കോളഞ്ചേരിത്തൊടി അയ്യപ്പൻ ഭാര്യ ജാനകി, ആറ്റൂർ തെക്കേപുരയ്ക്കൽ പള്ളിയാലിൽ ജാനകി മകൻ മണികണ്ഠൻ, തെക്കുംകര ചീരമ്പൻ ശൗര്യാർ മകൻ ഔസേബ്, മണലിത്തറ കൊട്ടിലപ്പുറത്ത് ശ്രീധരൻ ആൻഡ് വിലാസിനി എന്നിവരാണ് റവന്യൂ മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി Dr. R ബിന്ദു എന്നിവരിൽ നിന്ന് പട്ടയങ്ങൾ സ്വീകരിച്ചത്. ഇതിൽ ഒരെണ്ണം LA പട്ടയവും ബാക്കിയുള്ളവ LT പട്ടയങ്ങളുമാണ്. CPIM മാള ഏരിയ സമ്മേളനം സമാപിച്ചു. പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ തുടങ്ങിയാൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വലിയ ഇളക്കം തുടങ്ങും. അവരിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നടക്കുകയാണ് ഓരോ സ്ഥലത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 38,117 ബ്രാഞ്ചുകളുള്ള ഘടകങ്ങളുടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. 5,47,617 അംഗങ്ങളുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ളതാണ് ഈ 38,117 ബ്രാഞ്ചുകൾ. അതിന് മുകളിലുള്ള ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ഇങ്ങനെയുള്ള ഘടകങ്ങളിലൂടെ ഈ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി ഒരു വലിയ ബഹുജന വിപ്ലവ പ്രസ്ഥാനമായി നമ്മുടെ പാർട്ടി കേരളത്തിൽ മുന്നേറുകയാണ്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയാണ്. മാള ഏരിയ സമ്മേളനം ഉണ്ട്, 2 ദിവസം എന്തെങ്കിലും കിട്ടുമോ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ആശയം ഉൾക്കൊണ്ട് CPIM-ന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്നിരിക്കുന്ന ജനങ്ങളെ നിരാശപ്പെടുത്താനോ അവരുടെ ആവേശം ഇല്ലാതാക്കാനോ പറ്റുന്ന വിധത്തിൽ ഒന്നും കിട്ടില്ല ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക്. ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി CPIM കൂടുതൽ കരുത്താർജിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മഹാപ്രസ്ഥാനമായി വളർന്നു വരും എന്നത് വലതുപക്ഷത്തിന് വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M രാജേഷ്, T ശശിധരൻ, KV ഉണ്ണികൃഷ്ണൻ, CS രഘു, സന്ധ്യ നൈസൻ, MK മോഹനൻ, ER മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സമ്മേളനത്തിനനുബന്ധമായി നടത്തിയ വനിതാ പച്ചക്കറി കൃഷി, നന്നായി നടത്തിയ ലോക്കൽ കമ്മിറ്റികൾക്കും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലേഖനം, കഥാരചന, മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും, ബഹുജന പ്രകടനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കും PK ഡേവിസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഷ്ടമിച്ചിറ അണ്ണല്ലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിജയഗിരി സ്കൂള് എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളോടും ഒപ്പം നിന്നിട്ടുള്ളൊരു മാനേജ്മെൻറ്റും സ്കൂളുമാണ് എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇവിടുത്തെ അക്കാദമിക നിലവാരത്തിൽ കുട്ടികളുടെ ഡിസിപ്ലിൻ, മാനേജ്മെൻറ്റിൻ്റെ പ്രായോഗികമായിട്ടുള്ള നല്ല പ്രവർത്തനം, ഇവിടുത്തെ കൊച്ചുമക്കളെ അറിവിൻ്റെയും
കലാപരമായിട്ടുള്ള കഴിവുകളിലേക്കും കായികപരമായിട്ടുള്ള കഴിവുകളിലേക്കും കടത്തിവിടുമ്പോൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ ഒരു സാമാജികൻ എന്ന നിലയിൽ തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ വളർച്ചയിലുണ്ടായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ആധികാരികമായിട്ട് ഇതിന് അഭിമാനം കൊള്ളുന്നതായിട്ടും ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NM ജോർജ്, മാനേജർ ഫാദർ ജോസഫ് ജോൺ, ഫാദർ ലിൻഡോ മാടമ്പി, ഷാലി റിതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടന്നു. MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം അങ്കമാലി MLA റോജി M ജോൺ നിർവഹിച്ചു. MP VK ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും MLA സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ ചെയർമാൻ BO പൈലപ്പൻ, KPCC അംഗം അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, T വിനയദാസ്, MC പോളച്ചൻ, TM കുഞ്ഞുമൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സമാപിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. വനിതാ സമ്മേളനം KPCC മെമ്പർ നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിലെ NSS സപ്തദിന ക്യാമ്പിന് തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള TK അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ PD ധന്യ, ഡോക്ടർ KA കൃഷ്ണകുമാർ, വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുസ്ഥിര വികസനത്തിനായി യുവത എന്ന വിഷയം ആസ്പദമാക്കി ഡിസംബർ 20 മുതൽ 26 വരെ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലിയുടെ സമാപനാഘോഷ ചടങ്ങുകൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 26-ന് 2 മണിക്ക് കാർമലിൽ നടക്കുന്ന മെഗാ അലുമിനി മീറ്റിൽ 50 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. RBI റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, SP ശ്വേത K സുഗതൻ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ, അനീഷ് ജോർജ് പൈനാടത്ത്, അഡ്വക്കേറ്റ് PP പീറ്റർ, അഡ്വക്കേറ്റ് PI മാത്യു, സജിൻ P ആന്റണി, അജു പുല്ലൻ എന്നിവർ സംസാരിച്ചു. KKLM ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് മാള GB ഫാമിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. So overall, I would like to say that there's a genuine personality, genuine interest of Binoy's playing behind this entire thing. So as an artist, I would like to support and share my things with him. And this is like, there are people from Kerala to Delhi, all of them here. And some of you from Korea. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷനായി. ക്യാമ്പ് ഡയറക്ടർ ബിനോയ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. കൊറിയയിലെ വ്യൂമ ആർട്ട് ഗാലറി ഡയറക്ടർ മുൻലി, ചിത്രകാരൻ യൂസഫ്, ചിത്രകാരി ബിന്ദി രാജഗോപാൽ, ചെന്നൈ കലാക്ഷയിലെ നർത്തകൻ ഹരി പത്മൻ, ജെറി മാത്യു എന്നിവർ സംസാരിച്ചു. ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 10 വീതം ചിത്രകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. 27 വരെ ക്യാമ്പ് തുടരും.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS സപ്തദിന ക്യാമ്പ് ചക്കമ്പറമ്പ് DPM UP സ്കൂളിൽ ആരംഭിച്ചു. മാള AEO K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, ബിനിൽ പ്രതാപൻ, ജിയോ ജോർജ്, A മധു, CB ഷാനവാസ്, വത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ 2 ദിവസത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ മെറ്റ് എക്സ്മസ് 2.0 സമാപിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ക്രിബ് നിർമ്മാണം, ക്രിസ്തുമസ് കരോൾ ഗാനാലാപനം, ക്രിസ്മസ് ട്രീ മേക്കിംഗ് മത്സരം, ക്രിസ്മസ് സ്റ്റാർ മേക്കിംഗ് മത്സരം എന്നിവ നടന്നു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ട് സമാപന ദിവസത്തെ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ അംബിക ദേവിയമ്മ, റെയ്മോൻ ഫ്രാൻസിസ്, ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, ഡോക്ടർ ഷാജി ജോർജ്, റിനോജ് A ഗാദർ, നാരായൺ TG തുടങ്ങിയവർ ക്രിസ്മസ് സന്ദേശങ്ങൾ നൽകി. കൂടാതെ കോളേജിലെ മാനേജ്മെന്റും മുഴുവൻ അധ്യാപക, അനധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ക്രിസ്തുമസ് കരോൾ ഘോഷയാത്രയായി നടത്തി. മാള സെന്റ് സ്റ്റാനിസ്ലാവോസ് ഫൊറോന പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മാള സെന്റ് സ്റ്റാനിസ്ലാവോസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് പാറമേൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്രിസ്തുമസ് പാപ്പമാരും ടാബ്ലോയും ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം തുടങ്ങിയവ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. ഘോഷയാത്ര വലിയ പറമ്പ് ജംഗ്ഷനിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് ഫിഡെ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ അഡ്വക്കേറ്റ് മോഹനകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സത്യൻ TL അധ്യക്ഷത വഹിച്ചു. ചെസ് അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ BN മുഖ്യാതിഥിയായിരുന്നു. ചെസ് അസോസിയേഷൻ തൃശൂർ ജനറൽ സെക്രട്ടറി പീറ്റർ ജോസഫ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ VM രാജീവ്, റോട്ടറി സെക്രട്ടറി ജോഷി MA, മോഹനൻ CS, TP ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. മത്സരത്തിൽ നിരവധി സംസ്ഥാന ചാമ്പ്യന്മാർ ഉൾപ്പെടെ 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 148 കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. അന്തർദേശീയ റേറ്റിംഗ് ലഭിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഈ ടൂർണമെന്റിലൂടെ കളിക്കാർക്ക് സാധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ആളൂർ കുഞ്ഞിപ്പുരയ്ക്കൽ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ജാസിമാണ് മരിച്ചത്. പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. ചാലക്കുടി ഹോട്ടലിൽ നിന്നും വൻതോതിൽ മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. 100 കണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഹൗസിംഗ് ബോർഡ് കോളനിയിലൂടെ കടന്നുപോകുന്ന കാനയിലേക്കാണ് ഹോട്ടൽ മാലിന്യം തള്ളിവിടുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.